കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ് ശശി തരൂർ MP. അടിയന്തരാവസ്ഥക്കാലത്തെ ക്രൂരതകൾ വിശദീകരിച്ച ശശി തരൂരിന്റെ ലേഖനം പുറത്തു വന്നിരിക്കുന്നു. അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമാണ്. അതിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്നും സഞ്ജയ് ഗാന്ധിയാണ് കൊടും ക്രൂരതകൾക്ക് നേതൃത്വം നൽകിയതെന്നും തരൂരിന്റെ ലേഖനം. അനൂപ് ദാസാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്കതിന്റെ പ്രശസ്ത ഭാഗങ്ങളൊന്നും നോക്കാം. തീർച്ചയായും അതിന്റെ സംഗ്രഹം എന്ന നിലയിൽ എഴുതിയേക്കുന്ന അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി മാത്രം ഓർക്കാതെ അതിന്റെ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. ജനാധിപത്യം നിസ്സാരമായി കാണേണ്ട ഒന്നല്ലെന്നും അത് നിരന്തരം പരിപോഷിപ്പിക്കപ്പെടുകയും ശക്തമായി പ്രതിരോധിക്കപ്പെടുകയും ചെയ്യേണ്ട അമൂല്യമായ പൈതൃകമാണെന്നും എല്ലായിടത്തുമുള്ള ആളുകൾക്ക് അതൊരു നിരന്തരമായ ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ എന്നുമാണ്. പക്ഷേ അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്ന അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം 1977 മാർച്ചിൽ നടന്ന ആദ്യത്തെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും വൻ ഭൂരിപക്ഷത്തിൽ പുറത്താക്കി അതായത് ജനങ്ങൾ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാണ്. ഇന്ദിരാഗാന്ധിയും അവരുടെ പാർട്ടിയും എന്നുള്ളതാണ്. അനൂപ് ദാസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അനൂപ്, ഇപ്പോ നമ്മൾ അടിയന്തരാവസ്ഥയുടെ 50ാമത്തെ വാർഷികം ആചരിച്ച ഒരു സമയമാണ്. അടിയന്തരാവസ്ഥക്കെതിരെ കടുത്ത വിമർശനങ്ങളുണ്ട്. ഇപ്പൊ തരൂർ പറഞ്ഞ കാര്യങ്ങളിൽ പോലും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാനോ അതങ്ങനെയല്ല എന്ന് പറയാനോ ഒന്നും കഴിയില്ല. പക്ഷെ അത് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് എന്ന ഉള്ളിടത്താണ് രാഷ്ട്രീയമായ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അതെ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു കോൺഗ്രസ്സുകാരനെ പോലെയല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ തന്നെ പലരും മാധ്യമങ്ങൾക്ക് മുന്നേ അല്ലാതെ പറയുന്ന അവസ്ഥ കൂടിയുണ്ട്. എന്തായാലും കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു ലേഖനമാണ് ഏറ്റവും ഒടുവിൽ തരൂരിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത്. ഈ 50 വർഷം മുൻപ് നടന്ന ഈ അടിയന്തരാവസ്ഥ കാലത്തെ മറക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയൊക്കെ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയമല്ല, സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് വരുമ്പോഴും കോൺഗ്രസിനെ വേട്ടയാടിക്കൊണ്ടിരുന്നത് 50 വർഷം മുൻപത്തെ രാജ്യത്താകമാനം അരങ്ങേറിയ ക്രൂരതകളായിരുന്നു. അതിൽ തരൂർ തന്നെ ഇന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ അടിയന്തരാവസ്ഥക്കാലത്ത് ഡൽഹിയിലെ പല ചേരികളും ഒഴിപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വീടുകൾ നൽകാനോ ഒന്നും സർക്കാർ ശ്രമിക്കാതിരുന്നത്, ഒപ്പം തന്നെ സഞ്ജയ് ഗാന്ധി മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ നിർബന്ധിത വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇന്ദിരാഗാന്ധിയുടെ മകൻ എന്നാണ് അദ്ദേഹത്തെ സഞ്ജയ് ഗാന്ധിയെക്കുറിച്ച് ആ നിലയിൽ പ്രയോഗത്തിലെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. പ്രയോഗത്തിലെ അദ്ദേഹം ഉറപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ 1977 ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും, അപ്പോൾ തരൂരിൻ്റെ പാർട്ടി ഏത് എന്ന് ഉള്ള ചോദ്യം വായനക്കാരിൽ ഉയരും. ഇങ്ങനെ പലതരം ചോദ്യങ്ങൾ നമ്മളിൽ ഉയർത്തുന്ന ഒരു ലേഖനമാണ് തരൂരിൻ്റേത്. പാർട്ടി നടപടിക്ക് പോലും സാധ്യതയുള്ള ലേഖനം. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ കാണുന്നത് തരൂർ എന്ത് പറയുന്നു ആ വഴിക്ക് പറഞ്ഞു പോയിക്കോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സ്വീകരിച്ച് കാണുന്നത്. അനൂപ്, ഇപ്പോ ശശി തരൂർ വലിയ ബുദ്ധിജീവിയാണ് എന്നുള്ളതാണല്ലോ കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പറഞ്ഞത്. 2009 കോൺഗ്രസിന്റെ ലോക്സഭാംഗമാകുന്നതും അതിനു മുൻപ് രാഷ്ട്രീയ പ്രവേശനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അടിയന്തരാവസ്ഥ ഒരു ഇരുണ്ട കാലമാണ് എന്നും ഇന്ദിരാഗാന്ധി അതിന് നേതൃത്വം നൽകിയ ആളാണെന്നും സഞ്ജയ് ഗാന്ധി ഇന്ദിരയുടെ മകനാണ് എന്നൊന്നും തരൂരിന് അറിയില്ലായിരുന്നോ എന്തോ? എന്തായാലും അത് പറഞ്ഞത് ശരിയാണ്. അതൊക്കെ നന്നായി ബോധ്യമുള്ള മനുഷ്യനാണ് തരൂര്. ഈ ലേഖനത്തിൽ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, 1975 കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പഠനത്തിന് വേണ്ടി അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നു. അവിടെ നിന്ന് ഞാൻ മനുഷ്യരുടെ കണ്ണീര് കണ്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം ബോധ്യമുള്ള ശശി തരൂര് കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴാണ് കോൺഗ്രസിലേക്ക് വന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതിനുശേഷം തുടർച്ചയായി 3 തവണ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു. പക്ഷേ തരൂരിന് അധികാരമുണ്ടായിരുന്നു, അത് MP എന്നുള്ള അധികാരമാണ്. പക്ഷേ ആദ്യത്തെ തവണത്തേതുപോലെ സഹമന്ത്രി സ്ഥാനമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു മന്ത്രിസ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയോ ഇല്ല. ഇനി വരുന്ന ഭാവിയിൽ ഒരുപക്ഷെ തരൂർ അത് കാണുന്നുണ്ടാവില്ല എന്ന് കോൺഗ്രസിലെ ചിലരെങ്കിലും പറയുന്നു. അതുകൊണ്ട് അധികാരത്തിന് വേണ്ടിയുള്ള ചില ഇടപെടലുകളാണ്, നയമാറ്റമാണ് തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. BJPക്കാർ പറയുന്നതിലും ശക്തമായി BJPക്ക് വേണ്ടി ഒരാൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നു എന്ന വിലയിരുത്തലും പാർട്ടിക്കുള്ളിലുണ്ട്. ശരി, അനൂപാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ